ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കട്ട്ലറ്റാണ് കേട്ടോ. കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് നമ്മളിതിന് മുൻപും ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും മുട്ടയും പുഴുങ്ങി വെച്ചതുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഉള്ളി വഴറ്റാനും മസാല ഉണ്ടാക്കാനും ഒന്നും നിൽക്കണ്ട. നമുക്ക് എങ്ങനെയാണ് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. കട്ട്ലറ്റ് നല്ലതുപോലെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോഴിമുട്ട പുഴുങ്ങിയതാണ്. ഞാനിവിടെ 2 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിന് മുൻപ് ഉരുളക്കിഴങ്ങും മുട്ടയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കുക. കട്ട്ലറ്റ് നമുക്കറിയാമല്ലോ, അത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ മുട്ട വലിയ പീസാണെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. 2 തണ്ട് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മസാലപ്പൊടികളാണ്. അതിന് മുൻപ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. മസാലപ്പൊടികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ മൈദ കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദയ്ക്ക് പകരം ബ്രെഡ് ക്രംസോ കോൺഫ്ലവറോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചേർക്കുന്നത് ഈ കട്ട്ലറ്റ് മോൾഡ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കട്ട്ലറ്റ് മോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കട്ട്ലറ്റ് മോൾഡ് വെച്ചിട്ടാണ് മോൾഡ് ചെയ്തെടുക്കുന്നത്. കട്ട്ലറ്റ് മോൾഡിനുള്ളിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നും ഇതുപോലെ മോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ കട്ട്ലറ്റ് മോൾഡാണ് നമ്മൾ ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും അതിനുള്ളിൽ ഓരോന്നും ഉണ്ടാക്കാൻ എണ്ണ പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4 എണ്ണമൊക്കെ ആവുമ്പോൾ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോന്നും മോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും അളവ് വെച്ചിട്ട് 10 കട്ട്ലറ്റാണ് കേട്ടോ മോൾഡ് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ഏതൊരു കട്ട്ലറ്റ് ചെയ്യുന്ന പോലെ തന്നെ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള കോഴിമുട്ട ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്തിട്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഓരോ കട്ട്ലറ്റും ഈ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതിന് പകരം കോഴിമുട്ടയ്ക്ക് പകരം കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തതോ മൈദ മിക്സ് ചെയ്തതോ എടുക്കാം കേട്ടോ. കാരണം ഇതിനുള്ളിൽ ഓൾറെഡി നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കോട്ട് ചെയ്യാൻ മുട്ടയ്ക്ക് പകരം മൈദയോ കോൺഫ്ലവറോ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആദ്യം ഇത് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈയൊന്ന് തുടച്ചതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോന്നും കോട്ട് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകുമെന്നുള്ള ഒരു പേടി വേണ്ട കേട്ടോ. കട്ട്ലറ്റൊക്കെ എപ്പോഴും ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുമെന്നുള്ള പേടി ഉണ്ടാവും പലർക്കും. ഇതുപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കിതെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് മോൾഡ് ചെയ്തെടുത്ത ഓരോ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിനുള്ളിൽ നമ്മൾ സവാളയൊക്കെ അങ്ങനെ തന്നെ ഇട്ടതാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അങ്ങനെയാണ് ടേസ്റ്റ്. വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്കൊന്ന് ഇട്ട് ഒരു 30 സെക്കൻഡ് നേരം ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ് കേട്ടോ. എന്നാൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്